എല്ലായിടത്തും ഓണാഘോഷം പൊടി പൊടിക്കുകയാണല്ലോ. ഈ സ്റ്റേഷനിൽ കൂടി ഒരെണ്ണം വെക്കായിരുന്നു. അതെങ്ങനെയാ? ഓണായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണിയോ പണിയല്ലേ. ഗുഡ് മോർണിംഗ് മാഡം. ഇത് എൻ്റെ കന്നി പോസ്റ്റിംഗ് ആണ്. അത് കണ്ടപ്പോഴേ തോന്നി. എന്തേ മാഡം? അല്ല, കഞ്ഞിയാണെന്ന്. അയ്യോ, കഞ്ഞിയല്ല മാഡം, കന്നി. KANNI, കന്നി. കഞ്ഞിയോ? അതിന് ഇത് ചിങ്ങോ അല്ലേടോ? അയ്യോ മാഡം, കന്നി എന്ന് പറഞ്ഞ ആദ്യത്തെ പോസ്റ്റിംഗ് ആണെന്ന്. ഓ അങ്ങനെ. എന്നാ ഇതങ്ങ് ആദ്യം പറഞ്ഞ പോരായിരുന്നോ? അല്ല, അത് ഞാനൊന്ന് കൊളോക്കിയലി പറഞ്ഞെന്നേ ഉള്ളൂ. അയ്യോ, ഇതെന്താ മാഡത്തിന്റെ നെറ്റിയിലൊരു മുറിവ്? താനിതെന്താ ചെയ്യുന്നേ? ഈ കൺട്രികളായ നാട്ടുകാർക്ക് എന്നെ ഒരു വിലയില്ല. അതുകൊണ്ടൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇത് വരച്ചു വെച്ചിരിക്കുന്നതാ. ഇതൊന്നും മായ്ച്ചു കളയാതെ പോടോ. എൻ്റെ ആദ്യത്തെ കേസ് വന്നല്ലോ. കണ്ടിട്ട് ഏതോ ഓണാഘോഷത്തിന്റെ വള്ളി കെട്ടാൻ തോന്നുന്നു. വരൂ മാഡം, എന്താണ് പരാതി? നമസ്കാരം. എന്റെ പതിദേവനെ കുറച്ചു ദിവസമായി കാണാനില്ല. കാണാനില്ല. അപ്പോൾ മാൻ മിസ്സിംഗ് ആണ് കേസ്. എപ്പം മുതലേ കാണാതെ എന്ന് പറഞ്ഞേ? തിരുവോണ നാളിൽ പോയതാണ്. അദ്ദേഹം ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. സാധാരണ എവിടെ പോയാലും അദ്ദേഹം അന്ന് തന്നെ തിരിച്ചു വരാറുള്ളതാണ്. അല്ല, തിരുവോണം കഴിഞ്ഞിട്ട് 1-2 ആഴ്ചയായില്ലേ, ഇപ്പോഴാണ് എന്നിട്ട് പരാതി കൊടുക്കുന്നത്? അത് പിന്നെ അല്ല, കുറച്ചു ദിവസമെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ നിരീക്ഷിച്ചു. അത് പോയിന്റ്. ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തത്? അല്ല, നിങ്ങൾ അയാളെ ഫോണോ മറ്റോ ചെയ്ത് നോക്കിയായിരുന്നോ? ഇല്ല, നമ്മളുടെ വീടിനടുത്തൊന്നും റേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും മൊബൈൽ ഉപയോഗിക്കാറുമില്ല. റേഞ്ച് ഒന്നും ഇല്ലാത്ത ഏത് പാതാളത്തിലാണോ നിങ്ങളുടെ വീട്? അത് വിട്. എന്താ നിങ്ങളുടെ ഭർത്താവിന്റെ പേര്? ഇന്ദ്രസേനൻ. നല്ല പേര്. കൊച്ചിന്റെ പേര് ദൃഷ്ടദ്യുമ്നൻ എന്നാണോ? അയാളുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന്റെ ചിത്രമൊന്നും എൻ്റെ കൈവശമില്ല. അടിപൊളി. എന്നാ നമുക്കൊരു സ്കെച്ച് വരച്ചാലോ? സ്കെച്ച് വരച്ച് കളിക്കാൻ ഇത് CBIയുടെ ഏറെക്കുറിപ്പല്ല. നീ സമയം കളയാതൊന്ന് ആലോചിച്ചേ. സാധാരണയായി നമ്മൾ മലയാളികൾ ഓണത്തിന് പോയി മിസ്സാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതാ? ഇവിടുത്തെ ഏതെങ്കിലും ബാറിൽ പോയി തപ്പിയ ആളെ കിട്ടും. ബോധമില്ലാതെ അവിടെ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാവും. അയ്യോ, അദ്ദേഹം അത്രക്കാരനല്ല. ഇത് തന്നെ ഇവിടെ വരുന്ന ഒട്ടുമിക്ക ഭാര്യമാരും പറയുന്നത്. മാം, എന്നാ ഞാൻ ഇവിടുത്തെ ബാറിലൊക്കെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. ഇന്ന് അതിന് 1-ാം തീയതി അല്ലേ, ബാറൊക്കെ അടവല്ലേ. അത് സാരമില്ല മാം, ഞാൻ ഫോൺ ചെയ്താ ബാർ ഇവിടെ വരും. അതേത് ബാറ്? ബോക്സർ സുനി. ഇവിടുത്തെ എല്ലാ ബാറിലെയും സ്ഥിരക്കാരനാണ്. അവനോട് ചോദിച്ചാ ആളെ കിട്ടും. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവനാ ജംഗ്ഷനിലെങ്ങാനും വീണ് കിടക്കുന്നുണ്ടാവും. നീ പോയി പൊക്കിക്കൊണ്ടിങ്ങ് വാ. ശരി മാഡം, ഞാൻ പോയിട്ട് വരാം. അല്ല, ശരിക്കും അദ്ദേഹം കുടിക്കാറില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ലെന്ന് തോന്നുന്നു. ഇല്ല, കുറച്ചു നാളായിരിക്കണോ. എന്തിനാ അങ്ങനെ ചോദിച്ചത്? അല്ല, ഭർത്താവിനോടുള്ള വിശ്വാസം കണ്ടിട്ട് ചോദിച്ചതാ. എന്താണ് നിന്റെ പേര്? ബോക്സർ സുനിന്ന്. നീ എന്താ വലിയ ബോക്സറാണോ? അയ്യേ, ബോക്സർ ആയതുകൊണ്ടൊന്നുമല്ല. നമ്മ 2 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തുണി പണിയൊക്കെ ആ വഴിക്ക് പോവും. അത് കണ്ട് നാട്ടുകാരിട്ട വരാ ബോക്സർ സുനി. മര്യാദക്ക് നീ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഈ ബോക്സറിൽ നിന്നെ ഉള്ളി കിടത്തും. കോൺസ്റ്റബിൾ,
ഡാടാ, ദേ ഇവരുടെ ഭർത്താവിന് ഓണം മുതൽ കാണാനില്ല. ഇന്ദ്രസേനൻ എന്ന പേര് നിനക്കറിയാമോ? പിന്നെ അറിയാലോ, ഇന്നലെ കൂടി കണ്ടേ ഉള്ളൂ. ഈശ്വര, ഇന്നലെയോ? എവിടെ വെച്ച്? ടിവിയില്. ടിവിയിലോ? അതെ, സിനിമാടൻ ഇന്ദ്രൻസ് അല്ലേ? വിളച്ചിലെടുക്കല്ലേ, ഇവിടെ 5 കിലോ കഞ്ചാവ് കെട്ടിക്കിടപ്പുണ്ട്. കൂടുതൽ കളിച്ചാൽ എല്ലാം കൂടെ നിന്റെ തലയിൽ കെട്ടിവെക്കും കേട്ടാ. ശരിക്കും ചുമ്മാ കൊതിപ്പിക്കില്ല മാഡം. ഇപ്പൊ ഇത്തിരി സാമ്പിൾ കിട്ടുമോ? ഡാടാ, നിന്റെ മേലെ കഞ്ചാവ് കേസ് കെട്ടിവെക്കുന്നാ പറഞ്ഞത്. പിന്നെ നീ പുറം ലോകം കാണത്തില്ല. മാഡം ഇപ്പോഴോ ഓർത്ത്, എൻ്റെ കൂടെ ഒരുത്ത ഓണത്തിനങ്ങോട്ട് ഉണ്ടായിരുന്നു. അവൻ എന്താ തല്ലൊക്കെ കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ആണ്. ഹോസ്പിറ്റലിലോ? ആ, എന്തായാലും ബാ, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്കാം. ദാ ഇവനെയും കൂട്ടിക്കോ. ഇതെന്താ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നേ? താൻ ചീട്ടെടുത്താണോ? ചീട്ടെടുക്കാൻ ഞാൻ എന്താ തത്തമ്മയാ? എടോ, താൻ ടോക്കൺ എടുത്തിട്ടുണ്ടോന്ന്? ടോക്കണോ? ഞാൻ അതെ ഇവരുടെ കൂടെ വന്നതാ. മാഡം, എന്താ പ്രശ്നം? ദാ ഇവരുടെ ഹസ്ബൻഡിനെ കുറച്ച് നാളായിട്ട് കാണാനില്ല. ഇവൻ പറയുന്നേ ഇവൻ ആരെയും ഓണത്തിൻ്റെ അന്ന് ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയെന്നാണ്. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ഓണത്തിന്റെ അന്നോ? അതെ, സത്യം പറ, നിങ്ങൾ അവന്റെ കിഡ്നി എങ്ങാനും ഊരി വിറ്റുവോ? കിഡ്നി ഊരി വിൽക്കാനോ? എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, വല്ല എനിമേം തന്ന് കിടത്തും. സിനിമയോ? എന്നാ എനിക്ക് രജനീകാന്തിന്റെ കൂലി തന്നെ വേണോ? ഇവനതിന് അസുഖമൊന്നുമില്ല. അത്ര നേരമെങ്കിലും മിണ്ടാതിരിക്കുമല്ലോ എന്ന് ഓർത്താ. ഓണത്തിന്റെ അന്നൊരു ആക്സിഡന്റ് അഡ്മിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഡിസ്ചാർജ് ആയി പോയല്ലോ. ഞാനന്ന് അയാൾക്കൊരു ടാക്സി ബുക്ക് ചെയ്ത് കൊടുത്തിരുന്നു എയർപോർട്ടിലേക്ക്. എയർപോർട്ടാ? ആ ഒരു പാവം റെയിൽവേ ടിക്കറ്റ് പോലും എടുക്കറിയാത്താനാ. സത്യം പറ, നിങ്ങൾ അവന്റെ കിഡ്നി എടുത്ത് വിറ്റില്ലേ? ബൈ ദ ബൈ, ആളെ പിടിച്ചു തന്ന കമ്മീഷൻ എനിക്ക് വേണ്ടി വരും. കമ്മീഷനോ? ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഓണത്തിന്റെ അന്ന് വേറൊരു അഡ്മിഷൻ ഉണ്ടായിരുന്നു. അയാളെ ഇപ്പോൾ തിയേറ്ററിൽ സർജറിക്ക് കയറ്റിയിരിക്കുക. What's going on here? Can't you see this is a hospital? How can I help you? നിനക്കേ ഇംഗ്ലീഷ് അറിയോ? Of course. Hello, doctor. This lady husband missing from Onam. Here in hospital, Anveshikan we came. Okay, but as public servants, I expect you to be considerate of the surroundings. എന്താ? മനസ്സിലായില്ല? അവർക്ക് സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്ത സർവന്റിനെ വേണമെന്ന്. പൂവറസായി ഇംഗ്ലീഷ് ഒന്നും വലിയ പിടിയില്ല. Unbelievable. Actually, there is an accident case, but he's under anesthesia at the moment, so I can't let you in now. അയ്യോ, അനസ്തേഷ്യോ? അതാരാ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാവുന്ന്. അയ്യോ, അത് ഒരാളല്ല. ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് രോഗിയെ മയക്കി കിടത്താൻ കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അയാൾക്കിപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. അയ്യോ, സംസാരിക്കാൻ പറ്റണില്ലേ? എന്തു പറ്റി? വീട്ടിൽ നിന്ന് പോയപ്പം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പേടിക്കണ്ട, വേദന അറിയാതിരിക്കാൻ ഒന്ന് ബോധം കെടുത്തേന്നേ ഉള്ളൂ. നമ്മുടെ ഡോക്ടർ ഒരു മയക്കു വിദഗ്ധയാണ്. ആ, അത് കൊള്ളാലോ. എനിക്കൊരെണ്ണം കിട്ടുമോ? ആ അല്ലേ, എത്ര കാർബോട്ട് കയറി ഇറങ്ങിയാലോ ഒന്ന് ബോധം കെടാൻ പറ്റുന്ന. ഇയ്യടോ, ഇയാളെ എവിടെയെങ്കിലും കൊണ്ട് വിട്. അതെ ഡോക്ടർ, ഇവരൊന്ന് നോക്കിക്കോട്ടെ. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ അങ്ങ് പോവാലോ. I'm really sorry, I can't allow that. റെക്കോർഡ്സിൽ ഇയാളുടെ ഒരു ഫോട്ടോ ഉണ്ട്. അയാളാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. ഏയ്, ഇങ്ങനെയല്ല. എന്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും അല്ല. ഈശ്വര, എന്നാലും എന്റെ പ്രാണനാഥന് എന്തു പറ്റി? പ്രാണനാഥനോ? ഇതെന്താ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ? വല്ല പരിപാടി നടക്കുന്നുണ്ടോ ഇന്ന്? ഇന്ന് ഇവിടുത്തെ അസോസിയേഷന്റെ ഓണപരിപാടിയാണ്. എനിക്കിനി പോയിട്ട് വേണം റെഡിയായി വരാൻ. അയ്യോ, ദാ എന്റെ ഭർത്താവ്.
എവിടെയൊക്കെ അന്വേഷിച്ചു എന്ന് അറിയാമോ? ഇത് മഹാബലി തമ്പുരാനല്ലേ? നിങ്ങളുടെ ഭർത്താവ് ഏതോ ഇന്ദ്രസേനനാണെന്നല്ലേ പറഞ്ഞേ? അതെ, അദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രസേനൻ എന്നാണ്. മഹാബലി എന്നാണ് പ്രജകൾ വിളിക്കുന്നത്. എന്നാലും തിരുവോണത്തിന് അന്ന് പോയിട്ട് അങ്ങ് ഇത്ര നാളെ എവിടെയായിരുന്നു? ഭവതി എന്നോട് ക്ഷമിക്കണം. ഈ കശ്മലന്മാർ എന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുകയായിരുന്നു. ഭവതിയെക്കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും ഇല്ലായിരുന്നു. ബന്ധനസ്ഥനാ? എടാ, നീയാണോ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത്? സത്യം പറഞ്ഞോണം, നീയൊക്കെ കുറുവ സംഗതിപ്പെട്ടതല്ലേ? അയ്യോ മാഡം, പിടിവിട്. ഞാൻ പറയട്ടെ, പച്ചക്കള്ളമാണ് ഇദ്ദേഹം പറയുന്നത്. മാർക്കിന്റെ പരിപാടിക്ക് മാവേലി ആവാൻ ആരും തയ്യാറായിരുന്നില്ല. ഒരു ഒറിജിനൽ മാവേലിയെ കിട്ടിയപ്പം ഞങ്ങൾ കൊണ്ടുപോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞങ്ങൾ ബന്ധനസ്ഥനൊന്നും ആക്കിയില്ല. കുറേ പ്രാവശ്യം പോകാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം ഞങ്ങളുടെ പിന്നാലെ തന്നെ കൂടി. മാഡത്തിന് വിശ്വാസമായില്ലെങ്കിൽ ഞങ്ങളുടെ CCTV പരിശോധിച്ചാൽ അറിയാം. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ നാദങ്ങളോ ദേവരാഗങ്ങളോ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ ഓഹോ, അപ്പം ഇതാണ് ബന്ധനസ്ഥൻ. എന്നാലും എന്നോട് ഇതിങ്ങനെ ചെയ്യാൻ അങ്ങേക്ക് എങ്ങനെ തോന്നി? പാതാളത്തിലേക്ക് വാ. ഇവിടെ പ്രജകളുടെ മുന്നിലായോണ്ട് നാം ഒന്നും പറയുന്നില്ല. അതേ പ്രിയതമേ, ഒന്ന് കേൾക്കൂ. എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ, നമുക്കിനി ഇവരുടെ ഓണം കൂടി ഒന്ന് കളറാക്കിയിട്ട് പോകാം. അതാണ്. അപ്പൊ നമുക്ക് പൊളിക്കാം. ചേട്ടാ, ഒട്ടു തുടങ്ങിയോ?